സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. യുദ്ധത്തിനിടയിലും വില കുറയുന്നതിൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും പ്രതീക്ഷ. കണ്ണുനട്ട നിക്ഷേപകരും. ഇറാൻ അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചതോടെ സ്വർണത്തിന്റെ വില കൂടുമെന്ന ആശങ്കയില്ലാതാക്കി വിലയിൽ കുറവ് തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3000 രൂപയോളമാണ് പവന് വില കുറഞ്ഞത്. ഇതോടെ പവന് 1 ലക്ഷത്തിനടുത്തെത്തി. കഴിഞ്ഞ മാർച്ചിൽ പവന് 1,25,000 രൂപ വരെ എത്തിയിരുന്നിടത്താണ് ഈ കുറവ്. മഴക്കാലമായതോടെ വിവാഹ സീസൺ അല്ലാത്തതിനാൽ വിൽപ്പന കൂടില്ലെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2480 രൂപയുടെ കുറവാണ് പവന് അനുഭവപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച ഗ്രാമിന് 13,440 തൊട്ടടുത്ത ദിവസം 13,245 വ്യാഴാഴ്ച 13,130 രൂപയായാണ് താഴ്ന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെയാണ് സ്വർണത്തിന്റെ വില ലക്ഷം കടന്ന് റെക്കോർഡിട്ടത്. ഇതോടെ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുടുംബങ്ങളാണ് ഏറെ വെട്ടിലായത്. 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇപ്പോൾ പണിക്കൂലിയും നികുതികളും ചേർത്ത് 1,10,000 രൂപ നൽകണം. നേരത്തെ ഇത് 1.5 ലക്ഷത്തോളമായിരുന്നു. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധം തുടർന്നാൽ വില വീണ്ടും ഉയർന്നേക്കാമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കിപ്പോൾ 3-4 ദിവസമായിട്ട് റേറ്റ് നന്നായി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് പറയുമ്പോൾ ഗ്രാമിന് 10,845, 1,05,040 രൂപയാണ്. പക്ഷേ 2 ദിവസം മുന്നേ 1,07,500 രൂപയാണ് ഒരു പവൻ്റെ വില. 2-3 ദിവസമായിട്ട് ഇന്നലെ ഇപ്പോൾ 2 പ്രാവശ്യം കമ്മിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും കുറഞ്ഞു. അപ്പോൾ 3-4 ദിവസമായിട്ട് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷനാണ്. അതനുസരിച്ച് സ്വർണത്തിന് ആൾക്കാർക്ക് ഡിമാൻഡ് കുറയും. പിന്നെ കർക്കിടക മാസത്തൊക്കെ ആയ കാരണം അവിടെ തിരക്ക് അങ്ങനെ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. എന്താ വെച്ചാൽ റേറ്റ് കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ റേറ്റ് കുറയുന്നതാണ് എല്ലാവരും വിചാരം. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് എല്ലാ കർക്കിടക മാസത്തിലും റേറ്റ് കൂടിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ഇവിടുത്തെ അല്ല, ഓൾ വേൾഡിലത്തെ ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ റേറ്റ് ഇങ്ങനെ കുറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ഇപ്പോൾ ഇറാന് അപ്രതീക്ഷിതമായിട്ടൊരു വേൾഡ് വാറിലേക്ക് ഒരു മിസൈൽ ഇതിൻ്റെ വിട്ടതിന് ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു പരിഭ്രാന്തിയിലാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ US ഡോളറും സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും മറ്റേ ഹയർ അതോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഗോൾഡിൽ നിന്ന് എല്ലാവരും ഭയം മൂലം വിറ്റൊഴിക്കലാണ്. അതുകൊണ്ടാണ് ഈ ഗോൾഡ് റേറ്റ് കുറയാൻ കാരണം. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ റേറ്റ് വീണ്ടും അത് കൂടുതലാവും. ഇതിൻ്റെ അപ്പോൾ റേറ്റ് ചിങ്ങമാസം, കർക്കിടക മാസം, ചിങ്ങമാസമൊക്കെ ആകുമ്പോഴേക്കും റേറ്റ് ഒന്നുകൂടി സ്ട്രോങ് ആവും. അപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യും. റേറ്റ് കുറയുന്നുള്ളൊരു ധാരണ മിഥ്യയായ ധാരണയാണ്. റേറ്റ് എല്ലാ വർഷവും കൂടിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഈ കുറയാനുള്ളൊരു കാരണം ഇതാണ് ഈ ഇറാനും അമേരിക്കയുടെ ഒരു വാറാണ്. ഓഹരി വിപണിയിലെ തകർച്ചയാണ് സ്വർണത്തിലേക്ക് നിക്ഷേപകർ മാറുമെന്ന നിഗമനത്തിന് കാരണം. ഇടിവി ന്യൂസ്, പാലക്കാട്.